ഹായ് സ്റ്റുഡൻസ്, അപ്പൊ നമ്മൾ പോളിനോമിയൽസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഡിസ്കസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. സോ നമ്മൾ എന്താണ് പോളിനോമിയൽസ് എന്ന് പറഞ്ഞു, ലീനിയർ പോളിനോമിയൽ എന്താന്ന് പറഞ്ഞു, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്താന്ന് പറഞ്ഞു, ക്യൂബിക് പോളിനോമിയൽ എന്താന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഒരു പോളിനോമിയലിന്റെ സീറോ എങ്ങനെ കാണാന്ന് പറഞ്ഞു അല്ലെ, കഴിഞ്ഞ ക്ലാസ്സിൽ സീറോസ് ഓഫ് ദ പോളിനോമിയൽ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ഉള്ളൊരു പാർട്ടാണ് റിമൈൻഡർ തിയറം. സോ എന്താണ് റിമൈൻഡർ തിയറം എന്നുള്ളത് നോക്കാം. ഓക്കെ, രണ്ട് നമ്പേഴ്സ് ഉണ്ട്, 15 ഉം 6 ഉം. When we divide 15 by 6, we get the quotient 2 and remainder 3. So remainder theorem എന്താന്ന് പറഞ്ഞാലേ നമുക്ക് നെക്സ്റ്റ് പാർട്ടിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നമ്മൾ രണ്ട് നമ്പർ കൺസിഡർ ചെയ്യാണ്, 15 ഉം 6 ഉം. സോ നമ്മൾ അത് ഡിവൈഡ് ചെയ്യുക. വെൻ വി ഡിവൈഡ് 15 by 6, 15 നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ 15 നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 into 6 is 12. Then what's the remainder? It is 3. സോ നമുക്ക് ഇവിടെ 2 കിട്ടും, ഇവിടെ 6 കിട്ടി, ഇവിടെ 3 കിട്ടി അല്ലെ. സോ വെൻ വി ഡിവൈഡ് 15 by 6, we get the quotient 2. സോ ഇതാണ് നമ്മളെ quotient. 2 ആണ് നമ്മളെ quotient. ഓക്കെ, ആൻഡ് റിമൈൻഡർ 3. നമുക്ക് താഴെ കിട്ടുന്ന ഇതാണ് റിമൈൻഡർ. സോ നമ്മൾ 15 6 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം 2 എന്ന് പറഞ്ഞ ഒരു quotient കിട്ടി, 3 എന്ന് പറഞ്ഞ ഒരു റിമൈൻഡർ കിട്ടി. സോ ദിസ് ഫാക്ട് ഈസ് എക്സ്പ്രസ്ഡ് ആസ് 15 ഈസ് ഈക്വൽ ടു 6 into 2 plus 3. 6 എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന നമ്പർ ആണ്. സോ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന നമ്പറിനെ ഇൻറ്റു quotient കൊണ്ട് ഇൻറ്റു ചെയ്ത് പ്ലസ് റിമൈൻഡർ അതിലോട്ട് ആഡ് ചെയ്താൽ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന നമ്പർ നമുക്ക് കിട്ടും. കണ്ടോ, 6 into 2 എന്ന് പറഞ്ഞാല് 12 plus 3 അതല്ലേ 15. 12 plus 3 is 15. സോ ഒരു നമ്പർ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന നമ്പർ 6 ആണ്, അതിനെ നമ്മൾ നമ്മളെ quotient കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ 6 into 2 പ്ലസ് അതിലോട്ട് എന്ത് ആഡ് ചെയ്തു? റിമൈൻഡർ ആഡ് ചെയ്തു. സോ 6 into 2 12 റിമൈൻഡർ ആഡ് ചെയ്തപ്പം 3 കിട്ടി. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡിവൈഡന്റ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു quotient പ്ലസ് റിമൈൻഡർ. ഓക്കെ, സോ നമ്മൾ 15 ആണ് ഡിവൈഡന്റ്, നമ്മൾ ഡിവൈഡന്റ് ഇതാണ്. സോ നമ്മൾ ആ ഒരു നമ്പറിനെ ഏത് നമ്പർ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അതാണ് ഡിവൈസർ. സോ നമ്മൾ ഡിവൈസർ ഇതാണ്. ഓക്കെ, സോ നമുക്ക് ഡിവൈഡന്റ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഡിവൈസർ ഇൻറ്റു quotient പ്ലസ് റിമൈൻഡർ. ഓക്കെ, ഡിവൈഡന്റ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഡിവൈസർ ഇൻറ്റു quotient പ്ലസ് റിമൈൻഡർ. സോ അതാണ് നമ്മൾ ഇവിടെ എഴുതിയത്. ഡിവൈഡന്റ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു quotient പ്ലസ് റിമൈൻഡർ എന്ന് കിട്ടും. ഡിവൈഡന്റ് ആയ 15 കിട്ടണമെങ്കിൽ നമ്മൾ ഡിവൈസർ ആയ 6നെ quotient ആയ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിലോട്ട് റിമൈൻഡർ ആയ 3 എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. അങ്ങനെയാണ് ഡിവൈഡന്റ് കാണുക. ഡിവൈഡന്റ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു quotient പ്ലസ് റിമൈൻഡർ. ഓക്കെ, ലെറ്റ് us divide the polynomial. പക്ഷെ നമ്മുടെ ചാപ്റ്റർ ഏതാ? പോളിനോമിയൽ ആണ് അല്ലെ. സോ നമുക്ക് ഇനി പോളിനോമിയൽ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. നമ്മുടെ പോളിനോമിയൽ ആണ് 2x³ പ്ലസ് x² പ്ലസ് x. സോ എങ്ങനെയായിരുന്നു നമ്മൾ പോളിനോമിയൽ ആണോ നോക്കുക? നമ്മൾ വേരിയബിളിന്റെ പവർ നോക്കും, അത് ഹോൾ നമ്പർ ആണെങ്കിൽ അതൊരു പോളിനോമിയൽ ആണ്. സോ ഇതൊരു പോളിനോമിയൽ ആണ് നമുക്ക് പറയാം, കാരണം ഇവിടെ 3 2 1 ഹോൾ നമ്പേഴ്സ് ആണ് പവർ ഒക്കെ. എക്സ് മാത്രമുള്ളെങ്കിൽ ഒരു വേരിയബിൾ മാത്രമുള്ളെങ്കിൽ ഇതൊരു പോളിനോമിയലിന് 1 വേരിയബിൾ ആണ്. സോ നമ്മൾ ഇതെന്താ ഇവിടെ ഡിവൈഡ് ചെയ്യണം ഈ പോളിനോമിയലിനെ ബൈ ദ മോണോമിയൽ എക്സ്. എന്തായിരുന്നു മോണോമിയൽ എന്ന് പറഞ്ഞാല് ഒരു ടേം ഉള്ളതല്ലേ, അപ്പൊ എക്സ് ഒരു മോണോമിയൽ ആണ്. അതിനെ നമ്മൾ എക്സ് കൊണ്ട്, ഈ ഒരു പോളിനോമിയലിനെ നമുക്ക് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ നമ്മൾ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഒരു പോളിനോമിയല്, ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാല് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന എക്സ്. സോ പി ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ചെയ്യണം. ദാറ്റ് ഈസ് 2x³ പ്ലസ് x² പ്ലസ് എക്സ്. ഈ ഒരു പോളിനോമിയലിനെ നമുക്ക് എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ ഒരു മോണോമിയൽ ആയ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഒന്നിനെ മാത്രം എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയോ? പറ്റൂല, ഓരോ ടേമിനെയും നമ്മൾ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ 2x³ ബൈ എക്സ് പ്ലസ് x² ബൈ എക്സ് പ്ലസ് എക്സ് ബൈ എക്സ്. 3 ടേം ആണ് നമ്മൾ ഈ പോളിനോമിയലിൽ
ഉള്ളത്. ദാറ്റ് മീൻസ് ഇതൊരു എന്താണ് 3 ടേം ആണെങ്കിൽ ഇതൊരു ട്രൈനോമിയൽ ആണ്. അതിനെ നമ്മൾ മോണോമിയൽ ആയ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ വാട്ട് ഈസ് 2x³ ബൈ എക്സ്? 2x³ ഒരു എക്സ് ഉണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ x³ ഒരു എക്സ് അങ്ങോട്ട് പോയി, ബാക്കിയുടെ x² അല്ലേ ഉണ്ടാവുക. സോ 2x² പ്ലസ് ഇനി നമ്മൾ നോക്കുക, ഈ x² ഒരു എക്സ് പോയി, ബാക്കിയുടെ ഒരു എക്സ് അല്ലേ ഉണ്ടാവുക. യെസ്, പ്ലസ് വാട്ട് ഈസ് x ബൈ എക്സ്? സെയിം നമ്പർ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 1. സോ നമുക്ക് അത് ഡിവൈഡ് ചെയ്തപ്പോ എന്ത് കിട്ടി? 2x² പ്ലസ് എക്സ് പ്ലസ് 1. ഓക്കെ, 2x² പ്ലസ് എക്സ് പ്ലസ് 1. ഇങ്ങനെയും ഡിവൈഡ് ചെയ്യുക നമുക്ക്. അപ്പൊ നമ്മൾ ഈ ഒരു പോളിനോമിയലിലെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 2x² പ്ലസ് എക്സ് പ്ലസ് 1 കിട്ടി. ഇനി നമുക്ക് വേറൊരു രീതിയിൽ ചെയ്യാൻ പറ്റും. അത് നമ്മൾ എങ്ങനെ ചെയ്യും? വേറൊരു രീതിയിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനെ ഡിവൈഡ് ചെയ്ത് നോക്കാം. എങ്ങനെ ചെയ്യും നമ്മള്? നമുക്ക് ഏതാ ഡിവൈഡ് ചെയ്യേണ്ടത്? ഈ ഒരു പോളിനോമിയൽ ആണല്ലേ. സോ 2x³ പ്ലസ് x² പ്ലസ് എക്സ്. നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യേണ്ടി. ഓക്കെ, എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? എക്സ് കൊണ്ട്. സോ ഈ 2x³ കിട്ടാന് എക്സിന് വേറെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഒരു എക്സ് ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇനി നമുക്കൊരു 2ഉം ഒരു x² പോരെ. സോ നമ്മൾ മേലെ 2x² എഴുതി. 2x² ഇൻറ്റു എക്സ് അല്ലേ 2x³. യെസ്. ഇനി ബാക്കി എന്താ ഇവിടെ ഉള്ളത്? ഈ പ്ലസ് ഇവിടെ മൈനസ് ആവും. ഓക്കെ, അപ്പൊ 2x³ മൈനസ് 2x³ 0. അത് 0 ആയി. ഇനി നമ്മൾ അത് നോക്കണ്ട. ഇനി ബാക്കി അവിടെ ഉള്ളത് x² പ്ലസ് 1. സോ എക്സ് ഓൾറെഡി ഇവിടെ ഉണ്ട്, ഒരു എക്സും കൂടെ കൊടുത്താ പോരെ. യെസ്, പ്ലസ് എക്സ്. എക്സ് ഇൻറ്റു എക്സ് x² അല്ലെ. എക്സ് ഇൻറ്റു എക്സ് x². ഇനി ബാക്കി അവിടെ എന്താ ഉള്ളത്? x² പ്ലസ് 1 ആണ്. സോ എക്സ് ഇൻറ്റു എക്സ് x². ഓക്കെ, പ്ലസ് 1 ഇൻറ്റു എക്സ് അല്ലേ എക്സ്. സോ 2x² പ്ലസ് എക്സ് പ്ലസ് 1 എന്ന് വരും. സോ ഇത് 0 ആയി അല്ലേ. സോറി, നമുക്ക് ഇവിടെ എക്സ് ആണ് അല്ലേ. നമ്മൾ എങ്ങനെ ഇവിടെ 1 എഴുതും? ഇവിടെ എക്സ് ആണ്. സോ നമുക്ക് എക്സ് ആണ് കിട്ടേണ്ടത്. സോ ഇവിടെയും നമുക്ക് എക്സ് വരും അല്ലേ. x² പ്ലസ് എക്സ്. നമ്മൾ ക്വസ്റ്റ്യന് മാറിപ്പോയതായിരുന്നു. ഓക്കെ, ഫൈൻ. 2x² ഇൻറ്റു എക്സ് 2x³. എക്സ് ഇൻറ്റു എക്സ് x². അപ്പൊ ഇത് 0 ആയി. ബാക്കി ഇനി ഒരു എക്സ് ഉണ്ട്, അതാണ് ഈ 1 കേട്ടോ. പ്ലസ് 1 ഇൻറ്റു എക്സ് ഈസ് എക്സ്. സോ നമുക്ക് 0. ഓക്കെ, ഇങ്ങനെയും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നേരത്തെ ചെയ്ത പോലെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. നമ്മുടെ ആൻസർ എന്താ? 2x² പ്ലസ് എക്സ് പ്ലസ് 1. ഓക്കെ, 2x² പ്ലസ് എക്സ് പ്ലസ് 1. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഒരു പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് 2x³ പ്ലസ് x² പ്ലസ് എക്സ്. നമ്മളെ ഈ ഒരു ഡിവൈസർ എന്ന് പറഞ്ഞാൽ എന്താ? ഡിവൈഡർ. ഡിവൈസർ. ഇത് ഡിവൈഡ് ചെയ്യുന്ന നമ്പർ അല്ലേ നമ്മളെ ഡിവൈഡന്റ്. ഇത് ഡിവൈഡന്റ്. ഓക്കെ, ഈ ഡിവൈഡന്റ് എന്ന് പറഞ്ഞാല് ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് എന്താ? 2x² പ്ലസ് എക്സ് പ്ലസ് 1 പ്ലസ് റിമൈൻഡർ. റിമൈൻഡർ 0 ആണ്. അപ്പൊ നമുക്കത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മളെ എന്ത് കിട്ടാൻ? ഡിവൈഡന്റ് കിട്ടാൻ. സോ ഡിവൈഡന്റ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് ചെയ്താൽ മതി. പ്ലസ് റിമൈൻഡർ ഉണ്ട്. ഇവിടെ റിമൈൻഡർ 0 ആയതുകൊണ്ടാണ് നമ്മൾ എഴുതാത്തത്. സോ ഇങ്ങനെയാണ് നമ്മൾ പോളിനോമിയലിനെ ഡിവൈഡ് ചെയ്യുക. ക്ലിയർ? സോ നമ്മൾ ഇവിടെ 2x³ പ്ലസ് x² പ്ലസ് എക്സ് എന്ന് പറഞ്ഞ ഒരു പോളിനോമിയലിനെ അതിന്റെ മോണോമിയലായ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം നമുക്ക് 2x² പ്ലസ് എക്സ് പ്ലസ് 1 കിട്ടി. സോ ഈ ഒരു ഡിവൈസറും ഈ ഒരു കോഷ്യന്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പം നമ്മളെ ഡിവൈഡന്റ് കിട്ടി. റിമൈൻഡർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം റിമൈൻഡർ 0 ആയതുകൊണ്ടാണ് നമ്മൾ ആഡ് ചെയ്യാത്തത്. ഓക്കെ, സോ 2x³ പ്ലസ് x² പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 2x² പ്ലസ് എക്സ് പ്ലസ് 1. ക്ലിയർ?
ഓക്കെ, സോ അതാണ് ഇത്. പി ഓഫ് എക്സ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് ആർ. ആർ എന്ന് പറഞ്ഞാൽ റിമൈൻഡർ. എന്താ നമ്മൾ ഇവിടെ ചെയ്ത ഈ സാധനം തന്നെയാണ് അതും. ഡിവൈഡന്റ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. നമ്മൾ ഡിവൈഡന്റ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡിവൈസറും കോഷ്യന്റും മൾട്ടിപ്ലൈ ചെയ്യുക, അതിലോട്ട് റിമൈൻഡർ ആഡ് ചെയ്യുക. ഓക്കെ, you consider another pair of polynomial 3x square plus x plus 1 and x. നമ്മൾ വേറൊരു പോളിനോമിയൽസ് കൺസിഡർ ചെയ്യാം. ഇത് രണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ഒന്നെങ്കിൽ നേരത്തെ ചെയ്ത പോലെ ഓരോ ടേമിനെയും എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3x square by x plus x by x plus 1 by x. 3x square by x plus x by x plus 1 by x. So 3x square നെ x കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 3x പ്ലസ് എക്സിന് x കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 1 പ്ലസ് 1 ബൈ എക്സ്. സോ 1 ബൈ എക്സ് നമ്മൾ എന്ത് ചെയ്യും? ഇത് 1 ബൈ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു എന്ത് വരും? നമുക്ക് 1നെ x കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇൻ ദിസ് കേസ് 3x plus 1 is the quotient and 1 is the remainder. ഓക്കെ, 3x plus 1 എന്ന് പറഞ്ഞാല് കോഷ്യന്റ് ആണ്. ഓക്കെ, ഇതാണ് കോഷ്യന്റ്. പക്ഷെ വണ്ണിന് നമുക്ക് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് 1 അതേപോലെ ഇതും അതൊരു റിമൈൻഡർ ആണ്. ഓക്കെ, എക്സിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് അത് ഒരു റിമൈൻഡർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റേ രീതിയിൽ നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ചെയ്ത പോലെ ഇതൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 3x square plus x plus 1നെ നമുക്ക് എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇവിടെ ഓൾറെഡി എക്സ് ഉണ്ട്, ബാക്കി എന്താ ഇനി വേണ്ടത്? 3യും ഒരു എക്സും കൂടെ. അപ്പൊ 3x ഇൻറ്റു എക്സ് ആണ് 3x square. അപ്പം ഇത് 0 ആയി. ഇനി ബാക്കി എക്സ് പ്ലസ് 1 ഉണ്ട് അല്ലെ. സോ എക്സിന് കൊടുക്കാൻ നമുക്ക് എക്സ് ഓൾറെഡി 1 ഇട്ട് കൊടുത്താൽ മതി. 1 ഇൻറ്റു എക്സ് ആണ് എക്സ്. ഇനി ബാക്കി എന്തുണ്ട്? ഒരു 1 ഉണ്ട്. ഇനി 1നെ നമുക്ക് എക്സ് കൊണ്ട് ചെയ്യാൻ കഴിയോ? ഇല്ല. അപ്പൊ 1 ആണ് നമ്മളെ റിമൈൻഡർ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. 3x plus 1 ആണ് നമ്മളെ കോഷ്യന്റ്. ഇതാണ് നമ്മളെ കോഷ്യന്റ്. നമ്മളെ റിമൈൻഡർ എന്താ? 1. ഓക്കെ, സോ ഇതിനെ നമ്മൾ ഈ ഒരു പോളിനോമിയലിനെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇൻ ദിസ് കേസ് 3x plus 1 is the quotient. 3x plus 1 ആണ് quotient, 1 is the remainder. പക്ഷെ നമ്മൾ ഇവിടെ ചെയ്തപ്പോൾ നമുക്ക് 0 ആയിരുന്നു റിമൈൻഡർ അല്ലേ? പക്ഷെ ഇവിടെ നമുക്ക് റിമൈൻഡർ 1 ആണ്. ഇവിടെ നമുക്ക് 0 ആക്കാൻ പറ്റൂല, കാരണം ഇത് നമ്മൾ എക്സ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. സോ 3x plus 1 is the quotient and 1 is the remainder. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഡിവൈഡ് ദ പോളിനോമിയൽ ബൈ എക്സ് മൈനസ് 1. ഈ ഒരു പോളിനോമിയലിനെ നമുക്ക് എക്സ് മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കിയാലോ? ഓക്കെ, സോ നമ്മളെ പോളിനോമിയൽ എന്ന് പറഞ്ഞാല് 3x raised to 4 മൈനസ് 4x ക്യൂബ് മൈനസ് 3x മൈനസ് 1 ആണ്. ഇത് നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? എക്സ് മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ നമ്മൾ എങ്ങനെ ചെയ്യും? ഈ ഒരു പോളിനോമിയലിനെ നമുക്ക് എക്സ് മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ നമ്മൾ ഫസ്റ്റത്തെ ടേം നോക്കാം, 3x raised to 4. സോ നമുക്ക് 3 വേണം. ഒരു എക്സ് ഓൾറെഡി ഇവിടെ ഉണ്ട്. 3 വേണം. ഈ എക്സ് ക്യൂബ് അല്ലേ വേണ്ടിയത്? യെസ്, എക്സ് ക്യൂബ്. സോ 3x ക്യൂബ് ഇൻറ്റു എക്സ് ആണ് എന്ത്? 3x raised to 4. ഇവിടെ ഒരു 1 കൂടെ ഉണ്ടായത് 3x ക്യൂബ് ഇൻറ്റു മൈനസ് 1 എന്ന് പറഞ്ഞാല് മൈനസ് 3x ക്യൂബ്. ഓക്കെ, ഇത് നമുക്ക് ഇത് സൈൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇത് മൈനസ് ആവും, മൈനസ് ഉള്ളത് പ്ലസ് ആവും. അപ്പൊ 3x raised to 4 മൈനസ് 3x raised to 4 അത് 0 ആയി. ഇനി വാട്ട് ഈസ് മൈനസ് 4x ക്യൂബ് പ്ലസ് 3x ക്യൂബ്? മൈനസ് 4x ക്യൂബ് പ്ലസ് 3x ക്യൂബ്, മൈനസ് 4x ക്യൂബ് പ്ലസ് 3x ക്യൂബ്. സോ നമ്മൾ നോക്കുക, ഒന്ന് നെഗറ്റീവ് ആണ്, ഒന്ന് പോസിറ്റീവ് ആണ്. അപ്പൊ സബ്ട്രാക്ട് ചെയ്യും, ലാർജ് നമ്പറിന്റെ സൈൻ കൊടുക്കും. സോ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 1 കിട്ടും, ലാർജ് നമ്പറിന്റെ സൈന് മൈനസ് 1 എക്സ് ക്യൂബ്. ദാറ്റ് ഈസ് മൈനസ് 1 എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ മൈനസ് എക്സ് ക്യൂബ്. ഓക്കെ, സോ ഇത് നമുക്ക് മൈനസ് എക്സ് ക്യൂബ് എന്ന് കിട്ടും. മൈനസ് 3x മൈനസ് 1, മൈനസ് എക്സ് ക്യൂബ് മൈനസ് 3x മൈനസ് 1. ഓക്കെ,
സോ ഇനി നമുക്ക് എക്സ് ഓൾറെഡി ഉണ്ട്, നമുക്ക് മൈനസ് എക്സ് ക്യൂബ് ആണ് ഇവിടെ കിട്ടേണ്ടത്. സോ ഒരു മൈനസും വേണം, ഒരു എക്സ് സ്ക്വയറും വേണം അല്ലേ. ഞാനല്ലേ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് എക്സ് ക്യൂബ് കിട്ടുള്ളൂ. ബാക്കി മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു -1 എന്താ പ്ലസ് എക്സ് സ്ക്വയർ. ബട്ട് നമുക്ക് എക്സ് സ്ക്വയറിന്റെ ടേം ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഈ 3x-1 വേറൊരു ടേം ആണ് അല്ലേ. സോ നമുക്ക് ഈ 3x-1 ഇവിടുന്ന് വാങ്ങിച്ചിട്ട് ഇവിടെ ഒരു കുറച്ച് പ്ലേസ് വിടാം. എക്സ് സ്ക്വയറിന്റെ ടേമിന് എഴുതാനും വേണ്ടി കുറച്ച് പ്ലേസ് വിട്ടിട്ട് മൈനസ് എക്സ് ക്യൂബ് ഇവിടെ കുറച്ച് പ്ലേസ് വിട്ടിട്ട് നമുക്ക് -3x-1 എഴുതാം. ഓക്കെ. സോ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു -1 പ്ലസ് എക്സ് സ്ക്വയർ. സോ കാരണം എക്സ് സ്ക്വയർ നമുക്ക് മേലേത്തേലില്ല അല്ലെ. സോ നമുക്ക് പ്ലസ് എക്സ് സ്ക്വയർ. ഓക്കെ. ഇനി ഇത് നമുക്ക് ചെയ്യാം. സോ ഇത് നമ്മൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മൈനസ് ഉള്ളത് പ്ലസ് ആക്കും. സോ മൈനസ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് ക്യൂബ് അത് 0 ആയി. ഇനി ഇവിടെ എന്താ ഇവിടെ ഒന്നുമില്ല, ബാക്കി ഒരു എക്സ് സ്ക്വയർ ഉണ്ട്. എക്സ് സ്ക്വയർ മൈനസ് 3x-1 അല്ലേ. എക്സ് സ്ക്വയർ മൈനസ് 3x-1. പക്ഷെ നമ്മൾ ഈ പ്ലസിനെ മൈനസ് ആക്കൂലേ. സോ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 3x-1 ആണ് ഉണ്ടാവുക. ഓക്കെ. സോ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 3x-1. സോ ഇവിടെ എക്സ് ആണ്. അപ്പൊ നമ്മൾ മൈനസ് എക്സ് ഇട്ടാൽ മൈനസ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് സ്ക്വയർ. Then what is minus x into -1? It is plus minus into minus plus x. Okay. ഈ നമുക്ക് മൈനസ് ഉള്ളത് പ്ലസ് ആക്കി കൊടുക്കാം. സോ എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ 0 ആയി. ഈ പ്ലസ് ഉള്ളത് മൈനസ് ആക്കും. സോ മൈനസ് 3x മൈനസ് എക്സ് എന്താ -3 -1 -4x -1. സോ -4x -1 ആണ് ഇനി നമ്മളെ ഉള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യും? യെസ്. ഇനി നമുക്ക് -4x കിട്ടാൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? -4 ഇൻറ്റു എക്സ് ആണ് -4x. ഓക്കെ. ദെൻ -4 ഇൻറ്റു -1. വാട്ട് ഈസ് -4 ഇൻറ്റു -1? ഇറ്റ് ഈസ് +4. ഓക്കെ. -1 +4. സോ ഇതിനെ നമ്മൾ പ്ലസ് ആക്കും. ഈ പ്ലസ് ഉള്ളത് മൈനസ് ആവും. സോ -4x + 4x 0 കിട്ടി. -1 -4 ഇറ്റ് ഈസ് -5. ഈ -5 നമുക്ക് ചെയ്യാൻ കഴിയോ? ഇല്ലേ. ഇവിടെ x -1 ആണ്, എക്സിന്റെ ഒന്നുമില്ല. സോ നമുക്ക് റിമൈൻഡർ ഈസ് -5. സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു പോളിനോമിയലിനെ ഡിവൈഡ് ചെയ്യുക. ഒന്നും കൂടെ പറയാം, നമുക്ക് ഡിവൈഡ് ചെയ്യാനുള്ള പോളിനോമിയൽ ഏതാ? 3x⁴ മൈനസ് 4x³ മൈനസ് 3x-1 ബൈ x-1. സോ നമ്മള് ഈ 3x⁴ കിട്ടാൻ ഇവിടെ ഓൾറെഡി ഒരു എക്സ് ഉണ്ട്. സോ നമ്മള് 3x³ ചെയ്തു. സോ 3x³ ഇൻറ്റു എക്സ് ഈസ് 3x⁴. ദെൻ -1 ഉണ്ട്. സോ 3x³ ഇൻറ്റു -1 ഈസ് -3x³. പിന്നെ നമ്മള് സൈന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. സോ -4x³ പ്ലസ് 3x³ എന്ന് പറയുമ്പോൾ -x³. ദെൻ നമ്മൾ വീണ്ടും ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് +x² എന്ന് കിട്ടും. പിന്നെ നമുക്ക് ബാക്കിയുള്ളത് ഇവിടെ x² മൈനസ് 3x-1. അങ്ങനെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് റിമൈൻഡർ -5 എന്ന് കിട്ടും. ഓക്കെ. സോ നമ്മൾ ഈ ഒരു പോളിനോമിയലിനെ x-1 കൊണ്ട് ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി? ഇതാണ് നമ്മളെ ഡിവൈഡന്റ്, ഇത് നമ്മളെ ഡിവൈസർ, ഇത് കോഷ്യന്റ് ആൻഡ് -5 ഈസ് ദ റിമൈൻഡർ. -5 ആണ് നമുക്ക് റിമൈൻഡർ കിട്ടി. ക്ലിയർ? സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു പോളിനോമിയലിനെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ. ദ നെക്സ്റ്റ് വൺ റിമൈൻഡർ തിയറം. Let p of x be any polynomial of degree greater than or equal to 1. നമുക്ക് p of x എന്ന് പറഞ്ഞ ഒരു പോളിനോമിയൽ ഉണ്ട്. ഓക്കെ. സോ p of x എന്ന് പറഞ്ഞ ഒരു പോളിനോമിയലിന്റെ ഡിഗ്രി എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അതിന്റെ ഡിഗ്രി 1നേക്കാളും വലുതോ അല്ലെങ്കിൽ 1ന് ഈക്വലോ ആണ്. ആൻഡ് ലെറ്റ് a be any real number. a എന്ന് പറഞ്ഞാൽ ഒരു റിയൽ നമ്പർ ആണ്. If p of x is divided by the linear polynomial x minus a, then the remainder is p of a. That means നമ്മൾ ഓൾറെഡി ഇവിടെ ചെയ്തു അല്ലെ. ഇവിടെ ചെയ്തത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ പോളിനോമിയൽ എന്താ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 അതിന്റെ ഡിഗ്രി. സോ നമ്മൾ നോക്കുക, നമ്മൾ
പോളിനോമിയൽ, ഈ ഒരു പോളിനോമിയലിന്റെ ഡിഗ്രി എന്താ? 4. ഹയസ്റ്റ് പവർ ഉള്ളത് 4. സോ അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ആൻഡ് ലെറ്റ് എ ബി എനി റിയൽ നമ്പർ ഇഫ് പി ഓഫ് എക്സ് ഈസ് ഡിവൈഡഡ് ബൈ ദ ലീനിയർ പോളിനോമിയൽ എക്സ് മൈനസ് എ. സോ നമ്മളെ ഈ ഒരു പി ഓഫ് എക്സ് ലീനിയർ പോളിനോമിയൽ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ദാറ്റ് മീൻസ് ലീനിയർ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താ? എക്സിന്റെ പവർ 1 ആയിരിക്കും അല്ലെ. സോ എക്സ് മൈനസ് 1 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. Then the remainder is P of A. റിമൈൻഡർ എന്തായിരിക്കും എന്നാണ് പറഞ്ഞത്? P of A ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ദാറ്റ് ഈസ് എക്സ് മൈനസ് എ. ഇവിടെ നമുക്ക് എക്സിന് എന്ത് കൊടുത്താലാണ് നമ്മളെ ഈ ഒരു പോളിനോമിയലിന്റെ 0 കിട്ടുക? എക്സിന് എ കൊടുത്താൽ എ മൈനസ് എ ഇസ് ഈക്വൽ ടു 0 കിട്ടുക. സോ നമുക്ക് ഇതിന്റെ 0 എന്ന് പറഞ്ഞാൽ എന്താ? എ ആണ് അല്ലെ. എ കൊടുത്താലേ നമുക്കിത് 0 കിട്ടുക. സോ ആ പി ഓഫ് എ, ഈ ഒരു പോളിനോമിയലിന് ആ ഒരു എ, ആ 0 ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും എന്നാണ് പറഞ്ഞത്? റിമൈൻഡർ കിട്ടും എന്നാണ് നമ്മളെ റിമൈൻഡർ തിയറം പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിലൊന്ന് നോക്കിയാലോ? യെസ്, നമുക്ക് റിമൈൻഡർ കിട്ടിയത് -5 ആണ് അല്ലേ. സോ എക്സ് മൈനസ് 1, ഇവിടെ നമ്മൾ എക്സിന് എന്ത് ഇട്ട് കൊടുത്താലാണ് നമുക്ക് 0 കിട്ടുക? 1 ഇട്ട് കൊടുത്താൽ. സോ നമ്മള് റിമൈൻഡർ തിയറം വെച്ചിട്ട് ഈ ഒരു എക്സ് മൈനസ് 1ന്റെ 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ആ 1 നമ്മൾ ഈ ഒരു പോളിനോമിയലിൽ ഇട്ട് കൊടുത്താൽ, ദാറ്റ് ഈസ് പി ഓഫ് 1 നമ്മൾ കണ്ടാൽ നമുക്ക് -5 ആണ് കിട്ടുക, റിമൈൻഡർ ആണ് കിട്ടുക എന്നാണ് പറഞ്ഞത്. സോ നമുക്ക് 1 ഇട്ട് കൊടുക്കാം. 3x⁴, ദാറ്റ് ഈസ് 3 × 1⁴ മൈനസ് 4 × 1³ മൈനസ് 3 × 1 മൈനസ് 1. ഓക്കെ, സോ 3 × 1⁴ എന്ന് പറഞ്ഞാൽ 3 മൈനസ് 4 × 1³ എന്ന് പറഞ്ഞാൽ 4 മൈനസ് 3 മൈനസ് 1. സോ 3ഉം 3ഉം ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്തു. ബാക്കി -4 -1 വിച്ച് ഈസ് ഈക്വൽ ടു -5. സോ നമ്മളെ റിമൈൻഡർ തിയറം വെച്ചിട്ട് നമ്മൾ ചെയ്തത് കറക്റ്റ് ആണ്, നമുക്ക് കിട്ടി. നമ്മൾ എന്താ ചെയ്തത്? നമുക്ക് ഡിവൈഡ് ചെയ്യാൻ എന്തുകൊണ്ടാ ഡിവൈഡ് ചെയ്യണ്ടേ? ആ ഒരു ലീനിയർ പോളിനോമിയൽ ആണ് തന്നതെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുക. ഇവിടെ നമ്മൾ ആ ലീനിയർ പോളിനോമിയൽ എക്സിന് ഏത് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് 0 കിട്ടുക നോക്കാം. ഇവിടെ നമുക്ക് 1 ഇട്ട് കൊടുക്കുമ്പോഴാണ്. സോ 1 ഈസ് ദ 0 ഓഫ് ദിസ് പോളിനോമിയൽ എന്ന് പറയാം. ആ 0 1 ഏത് നമ്പറാണോ ഇട്ട് കൊടുക്കുന്നത് അതാണ് നമ്മൾ 0 എന്ന് പറയാം. ആ 0 പറഞ്ഞ വാല്യൂ നമ്മൾ ഈ ഒരു പോളിനോമിയലിൽ ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് 1 ആയതുകൊണ്ട് നമ്മൾ ഈ പോളിനോമിയൽ എക്സിനെ റീപ്ലേസ് ചെയ്ത് 1 ഉണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ റിമൈൻഡർ ആയിരിക്കും കിട്ടുക എന്ന് പറഞ്ഞത്. യെസ്, നമ്മളെ റിമൈൻഡർ നമുക്ക് -5 ആയിരുന്നു കിട്ടിയത്. അതന്നെയാണ് നമുക്ക് അതിന്റെ 0 ഇതിലോട്ട് ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? -5 കിട്ടി. സോ അതാണ് റിമൈൻഡർ തിയറം പറഞ്ഞത്. ഓക്കെ, ദാറ്റ് മീൻസ് അതാണ് ഇതിന്റെ പ്രൂഫ്. പി ഓഫ് എക്സ് ഒരു പോളിനോമിയൽ ആണ് വിത്ത് ഡിഗ്രി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. 1നേക്കാളും വലുതോ 1ന് ഈക്വലോ ആയിട്ടുള്ള ഒരു പോളിനോമിയൽ, അതിന്റെ ഡിഗ്രി അങ്ങനെ ഉള്ള പോളിനോമിയൽ ആണെങ്കിൽ, സപ്പോസ് ദാറ്റ് വെൻ പി ഓഫ് എക്സ് ഈസ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ. സോ എക്സ് മൈനസ് എ എന്ന് പറഞ്ഞൊരു ഇതുകൊണ്ടാണ് നമ്മൾ പി ഓഫ് എക്സ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ ദ കോഷ്യന്റ് ക്യൂ ഓഫ് എക്സ് ആയിരിക്കും, റിമൈൻഡർ എന്തായിരിക്കും? ആർ ഓഫ് എക്സ് ആയിരിക്കും. ദാറ്റ് ഈസ് പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എ ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് ആർ ഓഫ് എക്സ്. ദാറ്റ് മീൻസ് നമ്മളെ പോളിനോമിയൽ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സ് മൈനസ് എ നമ്മളെ ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് q of x plus r of x ആണ് ചെയ്യാം. സിൻസ് ദ ഡിഗ്രി ഓഫ് x മൈനസ് എ ഈസ് 1, സോ ഇതിന്റെ ഡിഗ്രി 1 ആയതുകൊണ്ട് ആൻഡ് ദ ഡിഗ്രി ഓഫ് r of x ഈസ് ലെസ് ദാൻ ദ ഡിഗ്രി ഓഫ് x മൈനസ് എ. x മൈനസ് എനേക്കാളും ചെറുതാണ് r of x ന്റെ ഡിഗ്രി. ദ ഡിഗ്രി ഓഫ് r of x 0 ആണെങ്കിൽ ദിസ് മീൻസ് ദാറ്റ് r of x ഈസ് എ കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ r of x കോൺസ്റ്റന്റ് ആണ്, സേ r. സോ ഫോർ എവറി വാല്യൂ ഓഫ് x r of x എന്താണ്? r ആണ്. Therefore p of x is equal to x minus a q of x plus r in particular if x is equal to a. That means ഇവിടെ നമ്മൾ x ന് a ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് പറയാ? x minus a എന്ന് പറഞ്ഞതിന്റെ 0 എന്ന് പറഞ്ഞാൽ a ആണ്. This equation gives us, അങ്ങനെയാണെങ്കിൽ നമ്മൾ p of a കാണുമ്പോൾ നമുക്ക് a minus a q of a plus r. That means a minus a 0 ആയി. So 0 into q of a plus r.
ദാറ്റ് ഈസ് റിമൈൻഡർ മാത്രമായിരിക്കും കിട്ടുക. അതാണ് ഈ തിയറം പറയുന്നത്. സോ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇതിന്റെ ഒരു പ്രൂഫ്. ഓക്കെ, പക്ഷെ നമ്മൾ ഓൾറെഡി ആ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ചെയ്ത് നോക്കിയില്ലേ, നമ്മളെ ഡിവൈസറിന്റെ 0 കാണുക, ആ 0 കിട്ടുന്ന ആ ഒരു വാല്യൂ എന്ത് ചെയ്യുക, നമ്മളെ പോളിനോമിയലിൽ ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്ന അതായിരിക്കും നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ. അതാണ് റിമൈൻഡർ തിയറം. അത്രേ ഉള്ളൂ, ജസ്റ്റ് അത് മാത്രം ഓർത്ത് വെക്കുക. ക്ലിയർ? Okay, find the remainder when x raised to 4 plus x cube minus 2x square plus x plus 1 is divided by x minus 1. So, നമുക്ക് ഇതിൽ റിമൈൻഡർ കാണണം. ഇതിനെ x minus 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, ഈ ഒരു പോളിനോമിയലിനെ x minus 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ കാണണം. അപ്പൊ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാൻ കുറെ ടൈം എടുക്കും. സോ നമുക്ക് റിമൈൻഡർ തിയറം വെച്ചിട്ട് ചെയ്ത് നോക്കാം. സോ നമുക്ക് ഒന്ന് ഡിവൈഡ് ചെയ്തിട്ട് നോക്കാം, റിമൈൻഡർ തിയറം വെച്ചിട്ടും നമുക്ക് നോക്കാം. ഓക്കെ, സോ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കാം. എക്സ് മൈനസ് 1 എക്സ് റേസ് ടു 4 പ്ലസ് എക്സ് ക്യൂബ് മൈനസ് 2x സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1. സോ ഇതിന് എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? എക്സ് മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, സോ എക്സ് റേസ് ടു 4 പ്ലസ് എക്സ് ക്യൂബ് മൈനസ് 2x സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ആണ്. സോ ഇവിടെ എക്സ് റേസ് ടു 4 ആണ്. സോ നമുക്ക് എക്സ് ക്യൂബ് ഇൻറ്റു എക്സ് ആണ് എക്സ് റേസ് ടു 4. എക്സ് ക്യൂബ് ഇൻറ്റു മൈനസ് 1 മൈനസ് എക്സ് ക്യൂബ്. ഓക്കെ, അപ്പൊ ഇത് പ്ലസ് ഉള്ളത് മൈനസ് ആവും, ഇത് മൈനസ് ഉള്ളത് പ്ലസ് ആവും. സോ എക്സ് ക്യൂബ് പ്ലസ് എക്സ് ക്യൂബ് എന്താ? 2x ക്യൂബ് മൈനസ് 2x സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1. ഇനി നമ്മൾ നോക്കുക, ഇവിടെ എക്സ് ആണുള്ളത്, നമുക്ക് 2x ക്യൂബ് ആണ് വേണ്ടത്. സോ പ്ലസ് 2x സ്ക്വയർ ചെയ്താൽ മതി. സോ നമുക്ക് 2x ക്യൂബ് എന്നായി. ദെൻ മൈനസ് 2x സ്ക്വയർ, 2x സ്ക്വയർ ഇൻറ്റു മൈനസ് 1 മൈനസ് 2x സ്ക്വയർ. സോ ഇത് നമുക്ക് മൈനസ് ആവും, ഇത് പ്ലസ് ആവും. സോ 2x ക്യൂബ് മൈനസ് 2x ക്യൂബ് 0 മൈനസ് 2x സ്ക്വയർ പ്ലസ് 2x സ്ക്വയർ അതും 0 ആയി. ബാക്കി നമുക്ക് എന്താ ഉള്ളത്? എക്സ് പ്ലസ് 1 അല്ലേ? എക്സ് പ്ലസ് 1 ആണുള്ളത്. സോ ഇവിടെ എന്താ? എക്സ് മൈനസ് 1 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എന്താ റിമൈൻഡർ കിട്ടിയത്? എക്സ് പ്ലസ് 1. ഓക്കെ, നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, റിമൈൻഡർ തിയറം വെച്ചിട്ട് എക്സ് പ്ലസ് 1 കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്താൽ മതി? പ്ലസ് 1 ചെയ്ത് നോക്കാം. 1 ഇൻറ്റു എക്സ് അല്ലേ എക്സ്? യെസ്. ദെൻ 1 ഇൻറ്റു മൈനസ് 1. വാട്ട് ഈസ് 1 ഇൻറ്റു മൈനസ് 1? ഇറ്റ് ഈസ് മൈനസ് 1. സോ എക്സ് ഇത് പ്ലസ് ആയി. സോ നമുക്ക് റിമൈൻഡർ എന്താ കിട്ടുന്നത്? 2. റിമൈൻഡർ കിട്ടുന്നത് 2 ആണ് അല്ലെ? 1 ഇൻറ്റു എക്സ് എക്സ്, 1 ഇൻറ്റു മൈനസ് 1 മൈനസ് 1. സോ നമ്മൾ സൈൻ ചേഞ്ച് ചെയ്തു, റിമൈൻഡർ 2 ആണ് കിട്ടിയത് ഡിവൈഡ് ചെയ്ത് നോക്കിയപ്പോ. നമുക്ക് റിമൈൻഡർ തിയറം വെച്ചിട്ട് ചെയ്ത് നോക്കാം. റിമൈൻഡർ തിയറം എന്താ പറയുന്നത്? നമ്മളെ ഡിവൈഡ് ചെയ്യുന്ന ഇതിന്റെ 0 കാണണം. ഇതിന്റെ 0 എന്താ? 1 എക്സിന് 1 ഇട്ട് കൊടുത്താലല്ലേ നമുക്ക് 0 കിട്ടുക. സോ ഇതിന്റെ 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ഇതിന്റെ 0 ഓഫ് ദിസ് ഈസ് 1. അപ്പൊ ഈ 1 എന്ത് ചെയ്യാ? നമ്മൾ ഈ ഒരു പോളിനോമിയലിൽ ഇട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് പി ഓഫ് 1 കാണാം. ഇതിന്റെ 0 ആണ് നമ്മൾ ഈ പോളിനോമിയലിൽ ഇട്ട് കൊടുക്കുക. സോ 1 റേസ് ടു 4 പ്ലസ് 1 ക്യൂബ് മൈനസ് 2 ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് 1 പ്ലസ് 1. സോ വാട്ട് ഈസ് 1 റേസ് ടു 4? 1 പ്ലസ് വാട്ട് ഈസ് 1 ക്യൂബ്? 1 മൈനസ് 2 ഇൻറ്റു 1 സ്ക്വയർ ഇറ്റ് ഈസ് 2 പ്ലസ് 1 പ്ലസ് 1. ഓക്കെ, സോ 1 പ്ലസ് 1 2 ആയി. 2 മൈനസ് 2 പ്ലസ് 1 പ്ലസ് 1 2 ആയി. സോ ഒരു പോസിറ്റീവ് 2ഉം ഒരു നെഗറ്റീവ് 2ഉം ക്യാൻസൽ ചെയ്തു. സോ 2 കിട്ടി. സോ നമ്മൾ റിമൈൻഡർ കണ്ടു 2. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? റിമൈൻഡർ കാണാനാണ്. അപ്പൊ റിമൈൻഡർ 2 കിട്ടി. സോ ഇങ്ങനെ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി? നമ്മൾ ഡിവൈസറിന്റെ 0 കാണാം, ആ 0 നമ്മളെ പോളിനോമിയലിൽ ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് റിമൈൻഡർ കിട്ടും. ഓക്കെ, ഇങ്ങനെ ഡിവൈഡ് ചെയ്താലും നമ്മളെ ആൻസർ സെയിം തന്നെയാണ് കിട്ടുക. സോ ഇങ്ങനെയാണ് നമ്മൾ റിമൈൻഡർ കാണുക. ക്ലിയർ? സോ അവിടെയാണ് നമ്മൾ റിമൈൻഡർ തിയറം യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ റിമൈൻഡർ തിയറം എന്താന്ന് പറഞ്ഞു അല്ലേ? ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ റിമൈൻഡർ തിയറം എന്താണെന്നല്ലേ പറഞ്ഞേ. പിന്നെ നമുക്ക് ഇനി കുറച്ചൊരു പാട്ടും കൂടെ ഉണ്ട്, ഐഡന്റിറ്റീസ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.